ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു രുചി. അപ്പോൾ ഞാൻ ഇന്നിപ്പം എന്താ പറയുന്നത്, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഡീമൺ സ്ലേയറിൻ്റെ ടീസർ ഇറങ്ങി. നിങ്ങൾ എത്ര പേര് കണ്ടെന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഒരു ജസ്റ്റ് റിവ്യൂ ഇടാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾ എത്ര പേര് ഡീമൺ സ്ലേയർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം കാണാത്തവരാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്, പോയി കാണുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീരീസാണ്, ഐ മീൻ ആനിമി ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തുടങ്ങാം എന്താണെന്നുള്ളത്. 危ないんで最終局面という言葉が何度も頭をよぎる。この長い戦いが今夜終わるかもしれない。ഓ മിച്ചൂരി പൊളിയാണ് വണ്ടേ. ഓ ഗിയു മച്ചാൻ ടാജിരോ. ഇത് നടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നടൻ. മോനെ കണ്ടു നോക്കണം നിങ്ങള്. ധൂമ, ഓ പീസ് ഷിനോബോ. 久しぶりだな善逸。ジェネツォപൊളിയാണ്. നിങ്ങളൊക്കെ നിങ്ങൾ അറിയാവുന്ന എനിക്കറിയില്ല. さあ始めようか。宴の時間だ。കാണേണ്ടി ഒരു ഗെയിലും കൂടെ. ഗൈസ്, ഐമാക്സിൽ വരികയാണ് ഡീമൺ സ്ലേയർ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോയി കാണുക. ഞാൻ വലിയൊരു ആനിമി ഫാനൊന്നുമല്ല, ഞാൻ അങ്ങനെ അധികം ആനിമി കാണുന്ന ആളല്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആനിമ, കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമയാണ് ഈ ഡീമൺ സ്ലേയർ. അവരുടെ ആനിമേഷൻ ആയാലും പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതായത് അവർ ചെയ്തേക്കുന്ന ആനിമേഷൻ്റെ പെർഫെക്ഷൻ നെക്സ്റ്റ് ലെവലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള സ്റ്റോറി ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്. അങ്ങനെ നമുക്ക് തന്നെ ഫീലായിപ്പോകും, നമ്മൾ തന്നെ അതിലൊരു പാർട്ടാണെന്ന് നമുക്ക് തോന്നിപ്പോകും പല സിറ്റുവേഷനിലും. കാരണം അതിലുള്ള ഒരു വില്ലനായാലും ശരി തന്നെ, നായകന്മാരായാലും ശരി തന്നെ, അവരുടെ സ്റ്റോറി ബാക്ക് സ്റ്റോറി എല്ലാം നമുക്ക് തന്നെ നമ്മളുടെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളാണ് അതിൻ്റെ അകത്തുള്ളതെന്നുള്ളൊരു ഫീല് വരുന്ന രീതിയിലെ സാധനമാണ് ആക്ച്വലി ഡീമൺ സ്ലേയർ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നെറ്റ്ഫ്ലിക്സിലുണ്ട് ആക്ച്വലി. അവർ 2 സീസണും പിന്നെ ഒരു സിനിമയുണ്ട്. അതിനുശേഷം ഒരു സീസൺ ഇറങ്ങി. ഒരു സീസൺ ഇറങ്ങി അതിനുശേഷം ലാസ്റ്റ് സിനിമ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്.